സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോ അപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ പാഠ്യവിഷയം യോഗസൂത്രമാണ്, പതഞ്ജലിയിലെ യോഗസൂത്രം. അപ്പോൾ യോഗസൂത്രത്തെക്കുറിച്ച് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ യോഗ ദർശനത്തെക്കുറിച്ച് വളരെ ലഘുവായിട്ട് ഒരു വിവരണം പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആസ്തിക ദർശനങ്ങളിൽ അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളിൽ ഷഡാസ്തിക ദർശനങ്ങളിൽ ഒന്നാണ് ഈ യോഗദർശനമെന്ന് പറയുന്നത്. യോഗദർശനം സാഖ്യവും യോഗവും അത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് ദർശനങ്ങളാണ്. സാഖ്യദർശനവും യോഗദർശനവും പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് ദർശനങ്ങളാണ്. ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, യത് സാഖ്യൈഹി പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യഹ പശ്യതി സപശ്യതി എന്ന്. സാഖ്യൈഹി യത് സ്ഥാനം പ്രാപ്യതേ, സാഖ്യന്മാരാൽ ഏത് പരമമായ സ്ഥാനത്തെയാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് യോഗികളാലും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കൈവല്യം എന്ന് പറയുന്നതായ പരമമായ സ്ഥാനത്തെയാണ് യോഗികളും സാഖ്യന്മാരും പ്രാപിക്കുന്നത്. സാഖ്യം യോഗം ച, സാഖ്യവും യോഗവും ഏകഹ ഇതി, ഒന്ന് തന്നെയാണ് എന്ന് യഹ പശ്യതി, ആരാണോ ദർശിക്കുന്നത് അവനാണ് പരമാർത്ഥദർശി എന്നാണ് ഗീതയിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സാഖ്യന്മാർ അംഗീകരിക്കുന്നതായ തത്വങ്ങളെയെല്ലാം തന്നെ, അതായത് 25 തത്വങ്ങളെ, മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, മനസ്സ്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പുരുഷൻ, ഇങ്ങനെയാണ് 25 തത്വങ്ങൾ. മൂലപ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, ഏകാദശ ഇന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർന്ന് ഏകാദശ ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അങ്ങനെ 24, പിന്നെ പുരുഷൻ എന്ന് പറയുന്നതായ 25ാമത്തെ തത്വം. അങ്ങനെ ഈ 25 തത്വങ്ങളെയും അതുപോലെ തന്നെ ഈ സാഖ്യന്മാർ അംഗീകരിക്കുന്നതായ ജഗത്തിൻ്റെ സൃഷ്ടി ലയ ക്രമങ്ങളൊക്കെ തന്നെയാണ് യോഗികളും അംഗീകരിക്കുന്നത്. അപ്പോൾ സാഖ്യന്മാർ അംഗീകരിക്കുന്ന ജഗത് സൃഷ്ടി, അതുപോലെ ലയം, അതുപോലെ തന്നെ ഈ 25 പ്രിൻസിപ്പിൾസ്, 25 തത്വങ്ങൾ, ഇവയെല്ലാം ആരും അംഗീകരിക്കുന്നുണ്ട്? യോഗികളും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ശേശ്വര സാഖ്യന്മാരെന്നും ഈ യോഗികളെ പറയുന്നുണ്ട്. ഈശ്വരനെ കൂടി അംഗീകരിക്കുന്ന ശേശ്വര സാഖ്യൻ എന്നാണ്. ഈ 25 തത്വങ്ങളുടെ കൂട്ടത്തിൽ അവർ അഡീഷണലായിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു തത്വത്തെ കൂടി അംഗീകരിക്കുന്നത് കൊണ്ട് ഈ യോഗികളെ ശേശ്വര സാഖ്യന്മാരെന്നും വരെ പറയുന്നുണ്ട്. ഈ സാഖ്യന്മാരും യോഗികളും തമ്മിലുള്ളതായ അവർ രണ്ടുപേരും അനേക തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുപോലെ ദ്വൈതവാദികളാണ് ഇവർ രണ്ടു കൂട്ടരും. പക്ഷേ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ സാഖ്യന്മാർ ബൗദ്ധികമായ വിചാര വിമർശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, അതായത് ഈ ദർശനത്തിൻ്റെ പ്രവചനം നടത്തുക മാത്രമാണ് അവർ ചെയ്യുന്നത്. യോഗികളത് പ്രായോഗിക തലത്തിൽ കായികവും
മാനസികവുമായ ഈ പ്രായോഗിക തലത്തിൽ അത് അനുഭവിച്ച് അറിയുന്നവരാണ് യോഗികൾ. അതാണ് സാഖ്യന്മാരും യോഗികളും തമ്മിലുള്ളതായ ഒരു സവിശേഷത. അനുഭൂതി തലത്തിൽ അറിയുന്നവരാണ് യോഗികൾ. അതാണ് സാഖ്യനും ഈ യോഗികളും തമ്മിലുള്ളതായ ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. സാഖ്യതത്വം നമുക്കറിയാം കപിലനാണ്. യോഗദർശനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത്, ഫൗണ്ടർ എന്ന് പറയുന്നത് ഈ പതഞ്ജലി ആണെങ്കിലും അതിനു മുൻപ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഒരാൾ, അതായത് ഹിരണ്യഗർഭോ യോഗസ്യ വക്താനാന്യ പുരാതന എന്നാണ്. ഹിരണ്യഗർഭോ യോഗസ്യ വക്താനാന്യ പുരാതന എന്നാണ്. ഇത് മഹാഭാരതത്തിൻ്റെ ശാന്തി പർവ്വത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ. അതായത് ഹിരണ്യഗർഭോ യോഗസ്യ ഭക്താനാന്യ പുരാതന എന്നാണ് ശാന്തി പർവ്വത്തിൽ, മഹാഭാരതത്തിൻ്റെ ശാന്തി പർവ്വത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കൊട്ടേഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും അദ്ദേഹത്തിൻ്റെ മുക്തികളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഹിരണ്യഗർഭൻ്റെ അതിനെ ഒരു സിദ്ധാന്തമാക്കി അല്ലെങ്കിൽ ഒരു ദർശനമാക്കി മാറ്റിയെടുത്തത് പതഞ്ജലിയാണ്. അതുകൊണ്ടാണ് പതഞ്ജലി ഈ യോഗദർശനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ പറയുന്നത്. പതഞ്ജലിയുടെ മറ്റ് കൃതികളെന്ന് പറയുന്നത് ഈ മഹാഭാഷ്യം, വ്യാകരണ മഹാഭാഷ്യത്തിൻ്റെ വ്യാകരണ മഹാഭാഷ്യം, അതായത് പാണിനിയുടെ അഷ്ടാധ്യായിക്ക് എഴുതിയിട്ടുള്ളതായ വ്യാഖ്യാനമാണ് വ്യാകരണ മഹാഭാഷ്യം. അപ്പം അതിൻ്റെ കർത്താവും ഈ പതഞ്ജലിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിലെ ചരക സംഹിതയ്ക്ക് ഇദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അതാണ് നമ്മളിവിടെ എല്ലാവരും ചൊല്ലുന്നതായ ശ്ലോകം തന്നെ. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോ അപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിൻ പ്രാഞ്ജലിരാനതോസ്മി എന്ന്. യോഗം കൊണ്ട് ചിത്തത്തിൻ്റെയും മനസ്സിൻ്റെയും, അപ്പോൾ യോഗസൂത്രത്തിൻ്റെ കർത്താവ് പതഞ്ജലിയാണ്. അതുപോലെ പദേന വാച, പദം കൊണ്ട് വാക്കുകളുടെ, അതുകൊണ്ട് വ്യാകരണ മഹാഭാഷ്യത്തിൻ്റെ കർത്താവും ഈ പതഞ്ജലിയാണ്. അതുപോലെ തന്നെ മലം ശരീരസ്യ വൈദ്യകേന, ആരാണോ ശരീരത്തിൻ്റെ മലത്തെ ഇല്ലാതാക്കിയത്, ഏത് വൈദ്യനാലാണോ, യോ അപാകരോ, ആരാണോ ഇല്ലാതാക്കിയത്, ആ മുനിയെ ഞാൻ നമസ്കരിക്കുന്നു. അഞ്ജലി കുപ്പിത്തം പ്രവരം മുനീനാം പ്രവരം തം, മുനിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതായ പതഞ്ജലിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോ അപാകരോ തം പ്രവരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലിരാനതോസ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന്, അതായത് ആയുർവേദത്തിലായാലും യോഗത്തിലായാലും അതുപോലെ തന്നെ വ്യാകരണത്തിലായാലും അതുല്യമായ പ്രതിഭാശാലിയായിരുന്നു ഈ പതഞ്ജലി എന്ന് പറയുന്ന മഹർഷി. അദ്ദേഹം ഈ പതഞ്ജലിയുടെ ഈ മൂന്ന് കൃതികൾ, അതായത് യോഗസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം പോലെ തന്നെ ലോകോത്തരമായ എല്ലാ ഭാഷയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതായ ഒരു ഗ്രന്ഥമാണ് യോഗസൂത്രം. ഭഗവത്ഗീത കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതലായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് ഈ യോഗസൂത്രം എന്ന് പറയുന്ന കൃതിയാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ യോഗദർശനത്തിൻ്റെ, യോഗത്തിൻ്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ ഓരോ അധ്യായം പോലും ഓരോരോ യോഗമായിട്ടാണ് പറയുന്നത്. 18 അധ്യായങ്ങൾ. അർജുന വിഷാദ യോഗ, സാഖ്യയോഗ, കർമ്മയോഗ, അതുപോലെ ബ്രഹ്മകർമ്മ സന്യാസ യോഗ, ആത്മസംയമയോഗ, ജ്ഞാനവിജ്ഞാനയോഗ, രാജവിദ്യ രാജഗുഹയോഗ, വിഭൂതിയോഗ, ഇങ്ങനെ ഓരോ ദർശനത്തിൻ്റെ അവസാനവും ഓരോ ദർശനവും ഓരോ അധ്യായത്തിൻ്റെയും അവസാനം ഈ ഓരോ യോഗത്തിൻ്റെ പേരോട് കൂടിയാണ് അവസാനിച്ചിട്ടുള്ളത്. ഓരോ യോഗ 18 അധ്യായങ്ങളുടെയും പേര്
യോഗം ചേർത്താണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഓരോ അധ്യായവും അവസാനിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന്റെ ഓരോ വാക്കുകൾ കഴിയുമ്പോഴും ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ, ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു യോഗശാസ്ത്രമായിട്ട് തന്നെയാണ് ഓരോ അധ്യായത്തിൻ്റെ അവസാനം അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭഗവത്ഗീതയിൽ ഈ ശരിക്കും യോഗസൂത്രം അല്ലെങ്കിൽ യോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് പുസ്തകങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യോഗശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭഗവത്ഗീതയിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 62 പ്രാവശ്യം യോഗ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 27 പ്രാവശ്യം യോഗി എന്നുള്ള ശബ്ദവും ഭഗവത്ഗീതയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി യുക്ത എന്ന് വെച്ചാൽ സമാഹിത ചിത്തൻ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച ആളെയാണ് യുക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു 38ഓളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യോഗശബ്ദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു സജഷൻ ഉള്ളത്, നിങ്ങളുടെ ഈ യോഗ ക്ലാസ്സിൽ ഭഗവത്ഗീതയിലെ 6-ാം അധ്യായം കൂടി വായിക്കണമെന്നും കൂടി ഞാൻ പറയുകയാണ്. ആ അധ്യായത്തിൻ്റെ പേര് തന്നെ എന്താ? ധ്യാനയോഗം അല്ലെങ്കിൽ ആത്മസംയമ യോഗം എന്നാണ് അധ്യായത്തിൻ്റെ പേര് തന്നെ. അതുകൊണ്ട് അതും കൂടി നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തണം എന്നാണ്. അത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. ഈ യോഗസൂത്രത്തിൽ പതഞ്ജലി എഴുതിയ ഈ യോഗസൂത്രത്തിൽ മൊത്തം 195 ശ്ലോകമല്ല സൂത്രങ്ങളാണുള്ളത്. എന്താ സൂത്രം എന്ന് വെച്ചാൽ അല്പാക്ഷരം അസന്ദിഗ്ധം സാരവദ്വിശ്വതോ മുഖം അസ്തോഭം അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു എന്നാണ്. അല്പാക്ഷരം നമ്മൾ പറയാനുള്ള കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് ചെറിയ വാക്കുകളിൽ പറയുക. അല്പാക്ഷരമാണ്, അസന്ദിഗ്ധമാണ്, അത് സന്ദേഹമില്ലാതെ പറയുക. അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത്തായിരിക്കണം. അത് എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അല്പാക്ഷരം അസന്ദിഗ്ധം സാരവദ്വിശ്വതോ മുഖം അസ്തോഭം അനവദ്യം ച, ഒരു ദോഷവും ഇല്ലാത്തതായിരിക്കുന്നത്. അങ്ങനെയുള്ളതാണ് നമ്മൾ സൂത്രമായിട്ട് പറയുന്നത്. അപ്പം യോഗ ദർശനത്തെ എല്ലാം കൂടി സമഗ്രമായിട്ട് അപഗ്രഥിച്ചിട്ട് 195 സൂത്രങ്ങളിലായിട്ട് പതഞ്ജലി രചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 195 സൂക്തങ്ങളിൽ സൂത്രങ്ങളിൽ അത് 4 വിഭാഗമായിട്ടാണ്, അതിൻ്റെ വിഷയത്തിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കി 4ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അതായത് സമാധിപാദം, സാധനപാദം, വിഭൂതിപാദം, കൈവല്യപാദം എന്നിങ്ങനെ 4 പാദങ്ങളായിട്ടാണ് ഈ യോഗസൂത്രത്തെ വിഭജിക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. നമുക്ക് പഠിക്കാനുള്ളത് സമാധിപാദം മാത്രമാണ് നിങ്ങളുടെ പോർഷനിലുള്ളത്. അപ്പോൾ ഈ ഗീതയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഓരോ അധ്യായം എടുക്കുമ്പോഴേ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം, ഇമം വിവസ്വതേ യോഗം, അവിടെ എല്ലായിടും യോഗമുണ്ട്. ഏഷാത്തെ അഭിഹിത സാഖ്യേ ബുദ്ധിർ യോഗേ തിമാം ശൃണു എന്ന അവിടെ യോഗമുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്ന് പറയുന്നിടത്തും എന്തുണ്ട്? യോഗമുണ്ട്. അതുപോലെ തന്നെ സാഖ്യയോഗോ പൃഥക് ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർ വിന്ദതേ ഫലം. ഓരോ അധ്യായങ്ങളിലും സവിശേഷമായിട്ടും 6-ാം അധ്യായത്തിൽ യോഗശബ്ദം അങ്ങനെ അനുസ്യൂതമായിട്ടിങ്ങനെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യോഗം എന്ന് വെച്ചാൽ തന്നെ ഭഗവത്ഗീത പറയുന്നുണ്ട്, യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നുണ്ട്. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ എന്ന് യോഗത്തിന് അർത്ഥം പറയുന്നുണ്ട്. പിന്നെന്താ? തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം, ദുഃഖ സംയോഗങ്ങളുടെ വിയോഗത്തെയാണ് യോഗം എന്ന് പറയുന്നത് എന്നൊക്കെ ഭഗവത്ഗീതയിൽ പല പല രീതിയിൽ ഈ യോഗശബ്ദം നിരൂപണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ആദ്യത്തെ സൂത്രം ഞാൻ വായിക്കാം. അഥ യോഗാനുശാസനം എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൂത്രത്തിലെ ആദ്യത്തെ സൂത്രം. അഥ
യോഗാനുശാസനം എന്നാണ്. അഥ യോഗസ്യ അനുശാസനമാണ് യോഗാനുശാസനം. യോഗത്തെക്കുറിച്ച് ഞങ്ങൾ വ്യാഖ്യാനിക്കാൻ പോകുന്നു. അഥ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മംഗളം, അനന്തരം, ആരംഭം, പ്രശ്നം, കാഷ്ണ്യം. ഇങ്ങനെ മംഗളാനന്തരാരംഭ പ്രശ്ന കാഷ്ണ്യേഷു അഥ എന്നാണ് അധശബ്ദത്തിന് അർത്ഥമുള്ളത്. അപ്പോൾ അധാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ അധശബ്ദം ആനന്തര്യാർത്ഥത്തിലാണ്. ഈ സാധന ചതുഷ്ടയ സമ്പത്യനന്തരം ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്നാണ്. അപ്പം നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം. ഇതിന് ശേഷം ഇതുള്ള ഒരു അധികാരിക്ക് മാത്രമേ വേദാന്തം പഠിക്കാൻ അധികാരമുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞത്. അധാതോ ബ്രഹ്മജിജ്ഞാസ. ഇവിടെ അഥ യോഗാനുശാസനം എന്നുള്ളിടത്ത് അധശബ്ദം ആരംഭിക്കാൻ പോകും. അഥ എന്നുള്ളതിന് ആരംഭാർത്ഥത്തിലാണ് അല്ലെങ്കിൽ അധികാരാർത്ഥത്തിലാണ് അധശബ്ദം പ്രയോഗിച്ചേക്കുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ മംഗളാർത്ഥം കൂടി പറയാം. എന്തുകൊണ്ടാണ്? പണ്ട് ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേദൗ ബ്രഹ്മണപുര കണ്ഠം ഭിത്വാ വിനിര്യാദൗ തസ്മാൻ മാംഗളികാവുഭൗ എന്നാണ്. ഓങ്കാരവും അധശബ്ദവും പണ്ട് ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്ന് വന്നതായത് കൊണ്ട് അതിന് മാംഗളികാർത്ഥത്വം കൂടി ഉണ്ട്. ഇതുപോലെയാണ് ഇപ്പം നമ്മളൊരു യാത്ര പോവുക. അപ്പോൾ യാത്ര പോകുമ്പോൾ ഒരാൾ ഒരു കുടത്തിൽ വെള്ളവും കൊണ്ട് വരുന്നു. അപ്പോൾ അത് എന്തോ അന്യാർത്ഥമാനീയമാന ഉദകുംഭവത്, അത് ശുഭദർശനമായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇവിടെ അധശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മംഗളാർത്ഥം കൂടി സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അഥ അനേന സൂത്രേണ. അപ്പോൾ അഥ യോഗാനുശാസനം. അപ്പം യോഗ എന്ന് വെച്ചാൽ എന്താ? യുജ് സമാധൗ എന്നുള്ള അർത്ഥത്തിലാണ്. യുജ് സമാധൗ എന്നാണ് ഇവിടെ ഈ യോഗം എന്നുള്ള ശബ്ദത്തിൻ്റെ വ്യുത്പത്തി എന്ന് പറയുന്നത്. യുജ് ധാതുവിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സമാധൗ എന്നാണ്. യുജ് സമാധൗ, മനസ്സിൻ്റെ ഏകാഗ്രത എന്നുള്ള അർത്ഥത്തിലാണ് യുജ് സമാധൗ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അധശബ്ദം കൊണ്ട് എന്താ? യോഗത്തിൻ്റെ അനുശാസനം. അനുശാസനം എന്ന് വെച്ചാൽ എന്താ? വ്യാഖ്യാനിക്കപ്പെടാൻ പോവുകയാണ്. എന്ത്? അതിൻ്റെ ലക്ഷണം എന്താണ്, അതിൻ്റെ ഭേദം എന്താണ്, അത് അറിയാനുള്ളതായ മാർഗം എന്താണ്, അത് അറിയുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഥ യോഗാനുശാസനം. യോഗസ്യ ലക്ഷണം എന്താണ്, അതിൻ്റെ ഭേദം എന്താണ്, അതറിയാനുള്ളതായ സാധനം, അതിൻ്റെ മീൻസ് ഉപായം എന്താണ്, അത് അറിഞ്ഞുകൊണ്ടുള്ളതായ ഫലം എന്താണ്. ഇവിടെ പറയുന്ന എന്താണ്? യോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടുത്ത സൂത്രത്തിൽ പറയുന്നുണ്ട്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ വിഭാഗം എന്താണ്? വിഭാഗം എന്ന് പറയുന്നത് സംപ്രജ്ഞാത അസംപ്രജ്ഞാത സമാധിയാണ്. ഈ യോഗ സൂത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സംപ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി എന്നാണ് പറയുന്നത്. മറ്റ് ചില കൃതികളിലൊക്കെ പറയുന്നത്, ഇപ്പോൾ വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ നിർവികൽപ്പകം സവികൽപ്പകം, സവികൽപ്പക സമാധി നിർവികൽപ്പക സമാധി എന്നാണ് പറയുന്നത്. ഇവിടെ സംപ്രജ്ഞാത സമാധി അസംപ്രജ്ഞാത സമാധി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്, അപ്പോൾ അതിൻ്റെ ഭേദം എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ ഉപായം എന്താണ്? അപ്പോൾ ഇതറിയാനുള്ളതായ മാർഗമാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികൾ. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ ചിത്തവൃത്തി നിരോധമാകുന്ന യോഗത്തിലേക്ക് അതിൻ്റെ മീൻസ് ഓഫ് എന്താ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു, ലക്ഷണം എന്താണ്, അതിൻ്റെ ഭേദങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉപായങ്ങൾ എന്താണ്, അതുപോലെ അതിന് പ്രയോജനം എന്താണ്. അതായത് കൈവല്യം എന്ന് പറയുന്നതായ പരമമായ പ്രയോജനമാണ് ഈ യോഗശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം. അപ്പം ലക്ഷണ ഭേദ ഫല ഭേദ ഉപായ ഫലം, ഈ നാലിനും ഇവിടെ പറയാൻ പോവുകയാണെന്നാണ് ഈ യോഗാനുശാസനം എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അഥ യോഗാനുശാസനം എന്ന് ഒന്നാമത്തെ സൂത്രം. അപ്പോൾ ഞാൻ യോഗശാസ്ത്രത്തെ
വ്യാഖ്യാനിക്കാൻ പോവുകയാണ് എന്നാണ്. യോഗശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്, അതിൻ്റെ ഭേദം എന്താണ്, അറിയാനുള്ളതായ ഉപായം എന്താണ്, അതറിഞ്ഞുകൊണ്ടുള്ളതായ പ്രയോജനം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ പോവുകയാണ് എന്നാണ് അഥ യോഗാനുശാസനം എന്നുള്ള ആദ്യത്തെ സൂത്രത്തിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സൂത്രത്തിൽ യോഗ, അതാണ് യോഗ എന്താണെന്ന് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തി നിരോധ നിങ്ങൾക്കുള്ള സിലബസിലുള്ള രണ്ടാമത്തെ സൂത്രമാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നത്. ചിത്തത്തിൻ്റെ വൃത്തികളുടെ, മനസ്സിൻ്റെ വ്യാപാരങ്ങളെ നിരോധിക്കുക, തടയുക എന്ന് പറയുന്നു. അതായത് ബാഹ്യവൃത്തികളെ തടഞ്ഞിട്ട് തൻ്റെ അന്തരാത്മാവിലേക്ക് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത്, യോഗമെന്ന് പറയുന്നത്. ഇതിൽ പറയാം യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തോ നിയമ്യേത് ആത്മന്യേവ വശം നയേത്. എവിടെയൊക്കെ ഏതെങ്കിലും വിഷയങ്ങളിൽ പോകുന്നതായ മനസ്സിനെ യഥോ നിശ്ചരതി മനഃ ചഞ്ചലമസ്ഥിരം, ചഞ്ചലമായ അസ്ഥിരമായ മനസ്സ്, ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തതായ മനസ്സ് അത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം തതസ്തത അവിടെ നിന്നൊക്കെ അതിനെ കൺട്രോൾ ചെയ്തിട്ട് ആത്മന്യേവ വശം തൻ്റെ അന്തരാത്മാവിലേക്ക് തന്നെ അതിനെ നയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, യോഗമെന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യവൃത്തികളെ നിയന്ത്രിച്ചിട്ട് തൻ്റെ അന്തരാത്മാവിലേക്ക് ആ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് യോഗമെന്ന് പറയുന്നത്. അപ്പം യോഗ ചിത്തവൃത്തി നിരോധ. അപ്പോൾ ഈ യോഗത്തിന് 5 ഭൂമികളുണ്ട്. ഭൂമി എന്ന് വെച്ചാൽ അവസ്ഥാവിശേഷങ്ങൾ. അതായത് ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം. ഇങ്ങനെ ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്ര, നിരുദ്ധം എന്നിങ്ങനെ 5 അവസ്ഥാവിശേഷങ്ങളുണ്ട് നമ്മുടെ മനസ്സിന്, ചിത്തത്തിന്. അപ്പോൾ ക്ഷിപ്തം എന്ന് വെച്ചാൽ എന്താ, വിഷയങ്ങളിലേക്ക് അങ്ങ് ക്ഷിപ്തം വീണു പോകുന്നതാണ് ക്ഷിപ്തം. ക്ഷിപ്തം. മൂഢം എന്ന് പറയുമ്പോൾ എന്ത്, നിദ്രയിൽ ആണ്ടു പോവുക, ഉറങ്ങിപ്പോവുക, അങ്ങനെയാണ് ക്ഷിപ്തം, മൂഢം. പിന്നെ വിക്ഷിപ്തം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അതിനകത്തിലോട്ട് ശ്രദ്ധിക്കുക, പിന്നെ വീണ്ടും വീണ്ടും മനസ്സ് ചോദ്യതുപോലെ പോകുന്നതാണ് വിക്ഷിപ്തം എന്ന് പറയുന്നത്. പിന്നെ ഏകാഗ്രം, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. നിരുദ്ധം എന്ന് വെച്ചാൽ നിരോധാവസ്ഥയാണ്. അപ്പം ഈ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും, അത് ക്ഷിപ്തം എന്ന് പറയുന്നത് രജോ ഗുണത്തെ നിങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ, സത്വം രജസ് തമസ് 3 ഗുണങ്ങളാണുള്ളത്. ആ രജോ ഗുണത്തിൻ്റെ പ്രേരണ കൊണ്ടുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്ഷിപ്തം എന്ന് പറയുന്നത്. മൂഢം എന്ന് പറയുന്നത് തമോ ഗുണത്തിൻ്റെതാണ്. വിക്ഷിപ്തം എന്ന് പറയുന്നത് സത്വഗുണത്തിൻ്റെതാണ്. അപ്പം ഇതും 3 യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സമാധിക്ക് ഉപയോഗികളല്ല. ഏതാ, ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും സമാധിക്ക് ഉപയോഗികളല്ല. പക്ഷേ ഏകാഗ്രവും നിരുദ്ധവും 4ാമത്തെയും 5ാമത്തെയും ഭൂമികൾ ഈ നമ്മുടെ സമാധിക്ക് ഉപയോഗികളാണ് എന്നർത്ഥം. അപ്പം ഏകാഗ്രേ ബഹിർവൃത്തി നിരോധ. ഏകാഗ്രത്തിൽ ബാഹ്യവൃത്തികളെ നമ്മൾ നിരോധിക്കുന്നു. നിരുദ്ധേച്ച, നിരുദ്ധാവസ്ഥയിൽ എന്താ, സർവാസാം വൃത്തീനാം സംസ്കാരാണാം ച. എല്ലാ വൃത്തികളുടെയും അവയുടെ സംസ്കാരത്തെയും കൂടി നിരോധിക്കുന്നതാണ് നിരുദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏകാഗ്രവും നിരുദ്ധവും ഈ 2 ഭൂമികളാണ്, അവസ്ഥാവിശേഷങ്ങളാണ് എന്തിന്, സമാധിക്ക് ഉപയോഗികളായിട്ടുള്ളത്. ഏകാഗ്രത്തിൽ നമ്മൾ ബാഹ്യവൃത്തികളെ നിരോധിക്കുന്നു. നിരോധാവസ്ഥയിൽ ബാഹ്യവൃത്തി എല്ലാ വൃത്തികളെയും അതുപോലെ തന്നെ സംസ്കാരത്തെയും കൂടി നിരോധിക്കുന്നതാണ്. അപ്പം ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം എന്നിങ്ങനെ 5 ഭൂമികളാണ്, 5 അവസ്ഥാവിശേഷങ്ങളാണ് സമാധിക്കുള്ളത്. അതിൽ ഈ ക്ഷിപ്തവും മൂഢവും വിക്ഷിപ്തവും സമാധിക്ക് ഉപയോഗികളല്ല. ഈ ഏകാഗ്രവും നിരുദ്ധവുമാണ് സമാധിക്ക് ഉപയോഗിയായിട്ടുള്ളത്. അപ്പം അതാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ചിത്തം
എന്നുള്ളതാണ് മൂന്നാമത്തെ സൂത്രത്തിൽ പറയുന്നത്. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. തഥാ അപ്പോൾ, എപ്പോഴാണ് ഈ നിരോധാവസ്ഥയിൽ ദ്രഷ്ടു പുരുഷസ്യ ദ്രഷ്ടാവായ പുരുഷന് സ്വരൂപേ അവസ്ഥാനം, സ്വരൂപത്തിൽ, അതിൻ്റെ രൂപത്തിൽ, അതായത് ആത്മാവിൽ തന്നെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നിൽക്കുന്ന ആ അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ ദശശ്ലോകി എന്ന് പറയുന്ന ശങ്കരാചാര്യ ഒരു ഗ്രന്ഥമുണ്ട്. അത് പറയുന്നത് ന ശാസ്ത്ര ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ നജത്വം നജാഹം നജായം പ്രപഞ്ച സ്വരൂപാവബോധേ വികൽപ്പാസഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉപദേഷ്ടാവില്ല, ശാസ്ത്രമില്ല, ന ശാസ്ത്ര ന ശാസ്ത്രം ന ശിഷ്യനുമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷയുമില്ല, നജത്വം നജാഹം നീയുമില്ല ഞാനുമില്ല, പിന്നെ ഈ പ്രപഞ്ചവുമില്ല, നായം പ്രപഞ്ച. എപ്പോഴാണ് സ്വരൂപാവബോധേ, സ്വരൂപത്തിൻ്റെ അവബോധം തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ, താൻ മാത്രമാണെന്നുള്ളതായ ആ റിയാലിറ്റി ഉൾക്കൊള്ളുമ്പോൾ ഇതൊന്നും ആത്മാവിന് ആരോപിക്കപ്പെട്ടതായ ഈ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ശങ്കരാചാര്യർ വരെ ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ നജത്വം നജാഹം നജായം പ്രപഞ്ച സ്വരൂപാവബോധേ വികൽപ്പാസഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. വെറും മംഗളസ്വരൂപനായ ആത്മാവ് മാത്രമാണ് അപ്പോൾ പ്രകാശിക്കുന്നത് എന്ന് പറയുന്നു. ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അങ്ങനെ അതിനകത്തൊക്കെ. അപ്പം ദ്രഷ്ടു പുരുഷസ്യ തസ്മിൻ കാലെ സ്വരൂപേ, സ്വരൂപത്തിൽ, ചിന്മാത്രതായാം, അത് ചിത്തിൽ മാത്രം, ചൈതന്യത്തിൽ മാത്രം അവസ്ഥിതി. അതാണ് തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം എന്ന് വെച്ചാൽ അവസ്ഥിതി, സ്വരൂപത്തിലാണ് അവസ്ഥിതി. ചിന്മാത്രതായാം അവസ്ഥിതി ആണ് പറഞ്ഞേക്കുന്നത്.